ഹലോ, എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഹെയർ ടിപ്പാണ്. ഇത് ഹെയർ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒക്കെ തേക്കുന്ന ടിപ്പുകൾ നമ്മൾ പറഞ്ഞു തരാറുണ്ട്. ഡെയിലി ചെയ്യുന്ന സ്പ്രേകളൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഇത് മാസത്തിൽ ഒരിക്കലും നമുക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ. അത് ഓരോ ഹെയറിനും ഓരോ തരത്തിലാണ്. അപ്പം നമ്മൾക്ക് നമ്മുടെ മുഖത്തിന് സ്കിന്നിന് ഞാൻ പറയാറുണ്ടല്ലോ, ഓരോ സ്കിന്നുകളുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്ന്, ഓയിൽ സ്കിന്ന് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഹെയറും വ്യത്യസ്തമാണ്. നോർമൽ ഹെയർ ഉണ്ട്, ഡ്രൈ ഹെയർ ഉണ്ട്, അതുപോലെ തന്നെ ഓയിലി ഉണ്ട്, ഡാൻഡ്രഫ് ഒരിക്കലും വിട്ടുപോകാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താലാണ് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, ഞാനതിനെ വേറെ രീതിയിലൊന്നും പറയണില്ല. പക്ഷേ നമ്മളത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് തലയ്ക്ക് കൊടുക്കണ ഒരു ഹീറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് മുടിക്ക് വളരെയധികം ദോഷം ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ. അത് നമ്മൾ കാറ്റ് കൊണ്ട് നമ്മൾ മുടി ഉണക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. പെട്ടെന്ന് നമ്മൾ ആ ഹീറ്റ് കൊടുത്ത് അത് മുടി ഉണക്കി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അപ്പോഴൊക്കെ നല്ല ഭംഗിയിലൊക്കെ കിടക്കും. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ മുടി അങ്ങനെ തന്നെ അടർന്നു പോകും. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണെങ്കിൽ നമുക്കൊരു പേടിയില്ലാണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കൈ, നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങൾ വിശ്വസിച്ച് നമ്മൾ ചേർക്കണ കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ സ്കിന്നിനും വ്യത്യസ്ത തരത്തിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. ഞാൻ നോർമലി കൊടുക്കണ ഒരു എൻ്റെ നോർമൽ ഹെയറാണ്. അപ്പോൾ നമുക്കത് നോർമലി ഹെയർ ആയതുകൊണ്ട് നമുക്ക് മുടിക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ അത്യാവശ്യം നമ്മൾ ചായലയുടെ സ്പ്രേയും കാര്യങ്ങളും, അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ മുടി കൊഴിച്ചിലിനുള്ള ആ ഒരു നമ്മുടെ കീഴാർനെല്ലിയുടെ ആ ഒരു സിറം അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നല്ല രീതിക്ക് മുടി കിളിർത്ത് വരും, മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത് പെട്ടെന്നൊരാവശ്യത്തിൽ നിങ്ങൾ കുറേ അടിക്കരുത്. നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആണെങ്കിൽ ഒന്ന് തലയ്ക്ക് ആദ്യം തളിച്ചു കൊടുക്കുക. കുഴപ്പമൊന്നുമില്ല, ജലദോഷമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു കാര്യം കൂട്ടി കൊണ്ടുവരേണ്ടത് കേട്ടോ. അപ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യം തലയ്ക്ക് കൊടുക്കുമ്പോൾ തല റിയാക്ട് ചെയ്യും. അതിപ്പോൾ ഏത് എണ്ണ തേക്കായാലും നമുക്ക് അങ്ങനെ തന്നെയാണ്. പുതുതായിട്ട് നമ്മൾ തലയിലേക്ക് ഏതൊരു എണ്ണ കൊടുക്കുമ്പോഴും നമുക്ക് ചിലപ്പോൾ തലയ്ക്ക് അത് പിടിച്ചൊന്നും വരില്ല. എണ്ണ അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പ്രത്യേകിച്ച്. എനിക്ക് എണ്ണയൊന്നും തേക്കാൻ പറ്റാത്ത ആളാണ്. അപ്പം നമ്മൾ ഈ തൊട്ട് പറ്റൽ മാത്രമാണ് എൻ്റെ തലമുടിക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മുടെ മുടിക്ക് ദോഷങ്ങളൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെയാണ് മുടി ഇരിക്കുന്നത്, നരയൊന്നും വന്നിട്ടില്ല. അത് നമ്മൾ ഹെയർ അത്രയും ശ്രദ്ധിക്കണ കൊണ്ടാണ്. നമുക്ക് ഉപ്പുറ്റിയോളം മുടി വളർന്നതല്ല, ഉള്ളത് നല്ല രീതിക്ക് കൊണ്ടു നടക്കുക, നര വരാതെ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. നരനെ ഞാൻ കുറ്റം പറയുന്നതൊന്നല്ല, വരാതെ നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഇനി വന്ന് തുടങ്ങിയാൽ നമുക്ക് ചെയ്യേണ്ട പ്രതിവിധികളൊക്കെ നമ്മളിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഐറ്റമാണ്. ഈ മുട്ട വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ഹെയറിനുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അവരവരുടെ ഹെയർ ഏതാണെന്നുള്ളത് നോക്കുക. അപ്പോൾ ഡ്രൈ ഹെയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ പൊരി പോലത്തെ ഹെയറൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡ്രൈ ഹെയർ, പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ മുടി പിടിക്കുമ്പോൾ തന്നെ ആ മുടിക്കൊരു സ്മൂത്ത്നെസ്സോ ഒന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ അതാണ് ഡ്രൈ ഹെയർ എന്നൊക്കെ പറയുന്നത്. ഓയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ മുഖത്ത് ഓയിൽ വരുന്ന പോലെ തന്നെ ഈ മുടിയിലുള്ളിൽ എപ്പോഴും ഈ എണ്ണ മഴുക്കുന്നത്. അവർ എണ്ണ തേച്ചിട്ടൊന്നുമല്ല, അതിങ്ങനെ നിറച്ചിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് അവരെ ഓയിലി ആയിട്ടുള്ള ഹെയർ. നോർമൽ ഹെയറിന് ഒരു പ്രശ്നമില്ല. അപ്പം എൻ്റെ നോർമൽ ഹെയർ ആയതുകൊണ്ട് ഞാനിവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ് വൈറ്റ് എടുക്കുക. മഞ്ഞ വേണ്ട, എഗ് വൈറ്റ്. മഞ്ഞയ്ക്കൊരു സ്മെല്ലുണ്ടാവുമല്ലോ. അപ്പോൾ എഗ് വൈറ്റ് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ഐറ്റം. ഇതൊക്കെ വീട്ടിലൊക്കെ നമ്മളെപ്പോഴും നട്ട് വളർത്തി സെറ്റാക്കി വയ്ക്കുക. പിന്നെ നമ്മുടെ തൈര്, അധികമൊന്നുമില്ല, അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക. പിന്നെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് എനിക്ക് എണ്ണ തേക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ എങ്ങാനും എടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നല്ലൊരു കൊഴുന്ന രീതിയിലേക്ക് അങ്ങോട്ട് ആക്കിയെടുത്തിട്ട് നല്ല രീതിക്ക് തലയിൽ സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. ഒരു 20 മിനിറ്റ് നേരം മാത്രമേ നമ്മുടെ തലയിലേക്ക് വേണ്ടൂ. 5 മിനിറ്റ് മസ്റ്റായിട്ട് മസാജ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് തലയിൽ വെച്ച് പിടിപ്പിക്കുക, കഴുകി നോർമൽ വാട്ടറിൽ കഴുകി കളയുക. ഇതാണ് ഞാനിവിടെ ചെയ്യുന്ന പരിപാടി. എൻ്റെ ഹെയറിന് വേണ്ടി ഞാൻ കൊടുക്കുന്നത്. മാസത്തിൽ ഒരിക്കൽ മാത്രമേ നമ്മളിത് ചെയ്യണ്ടൂ കേട്ടോ. പിന്നെ ഈ ഡാൻഡ്രഫ് ഉള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡാൻഡ്രഫിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എണ്ണയുണ്ട്, ഗന്ധപാല എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ.
ഗന്ധപാലയുടെ എണ്ണ പലരും ഉപയോഗിക്കുന്നുണ്ടാവും. ഒരു ഇല വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വെയിലത്ത് വെച്ചിട്ട് ആക്കണതാണ്, അല്ലാണ്ട് കാച്ചിയെടുക്കണതല്ല ഗന്ധപാല എന്ന് പറയണ ആ ഒരു ഇല ഇട്ടിട്ടുള്ള വെളിച്ചെണ്ണ. അപ്പോൾ നല്ല റെഡ് കളറാണ്. നമ്മൾ ചൊറിച്ചിലൊക്കെ ഉള്ളിടത്തൊക്കെ നമ്മൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നമ്മൾ തേച്ച് കൊടുക്കുന്ന സാധനമാണ് ഗന്ധപാല. അപ്പോൾ അതിൻ്റെ തൈലം എടുക്കുക. തൈലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ അത് എണ്ണ വീട്ടിലുള്ളവരാണെങ്കിൽ ആ എണ്ണ എടുക്കുക, ഇല്ലെങ്കിൽ തൈലം നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതും ഈ മുട്ടയുടെ എഗ്ഗ് വൈറ്റും കൂടിയിട്ട് മിക്സ് ചെയ്യുക, നല്ല രീതിക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പിന്നെയുണ്ട് നമുക്ക് ഈ ഡാൻഡ്രഫ് പോകാനായിട്ട്. ഡാൻഡ്രഫ് വരുന്ന വഴി ആദ്യം അറിഞ്ഞിട്ട് വേണം നമ്മളത് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ. വേറെ ഒരു അസുഖങ്ങൾ കൊണ്ടോ വേറെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒന്നും വരാത്ത ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്നൊരു കേസേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇഞ്ചി നീരും ചുവന്നുള്ളിയുടെ നീരും ഈ കറ്റാർവാഴയും നമുക്ക് തലയിലേക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഡാൻഡ്രഫൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്ത് തലയിൽ തേച്ചാലും നമ്മുടെ ഡാൻഡ്രഫ് അങ്ങനെ അസുഖങ്ങൾ കൊണ്ടല്ലാതെ ടെൻഷൻ കൊണ്ടല്ലാതെ വരുന്ന ഡാൻഡ്രഫൊക്കെ ആണെങ്കിൽ മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിനൊരു വഴിയായില്ലേ. അത് കഴിഞ്ഞ് പിന്നെ നമുക്കുള്ളത് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും തലയും ഈ സ്കിന്ന് പോലെ തന്നെ തലയും ഹെയറും ഡ്രൈ തന്നെയായിരിക്കും. അവർക്ക് ചെയ്യാവുന്ന കാര്യം എഗ്ഗ് വൈറ്റ് കൊടുക്കുക, നമ്മുടെ ഏതെണ്ണയാണോ ഒരു തലയിൽ തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. എല്ലാതും ഒരു 20 മിനിറ്റ് മാത്രമേ നമ്മുടെ തലയിലേക്ക് വേണ്ടൂ, 5 മിനിറ്റ് മസാജും ഈ ഒരു കാര്യം. പിന്നെ നമുക്കുള്ളത് ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നുകാർക്ക് എപ്പോഴപ്പോൾ തല വാഷ് ചെയ്യണതാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നെ മനസ്സിലാവും. നമ്മൾ മുഖം വാഷ് ചെയ്യണ പോലെ തന്നെ അവരുടെ തലയിൽ മുടിയിൽ എപ്പോഴും ഇങ്ങനെ ഹെയർ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊട്ടാൽ മതി, അപ്പോൾ തലയിലേക്ക് എണ്ണ നമുക്കിങ്ങനെ കയ്യുമ്പോൾ ഒട്ടി പിടിക്കുന്ന പോലെയുള്ള ഫീലിംഗ് നമുക്കുണ്ടാവും. അപ്പോൾ അവർക്ക് നമുക്ക് പണ്ട് കേട്ടിട്ടുണ്ടാകും മറ്റേ ഷിക്കാകായി പൗഡറൊക്കെ ഇല്ലേ, ആ ഒരു സാധനം നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതും ഈ എഗ്ഗ് വൈറ്റും കൂടിയിട്ട് മിക്സ് ചെയ്യുക, തലയിൽ തേച്ച് പിടിപ്പിക്കുക, കഴുകി കളയുക. പരമാവധി തലേന്ന് ഓയിൽ കളയുക. നമ്മുടെ തലയിൽ എപ്പോഴും നമ്മൾ എണ്ണ തേച്ചില്ലെങ്കിലും നമ്മുടെ തലയിൽ ഓയിൽ വർക്കൗട്ട് ആവണുണ്ട്. നമ്മളത് തലയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചെങ്കിൽ മാത്രമല്ല നമുക്കിത് തലയിലേക്ക് കിട്ടുക, അല്ലാതെയും നമ്മുടെ തലയിലേക്ക് ഒരു ഓയിൽ ഒരു ഇത് വരുന്നുണ്ട്. നമ്മുടെ തലയോട്ടിയിലൊക്കെ ഓയിലിയുടെ ഇത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മുടിക്കൊരു ദോഷമില്ലാതെ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ചെയ്ത് മാസത്തിലൊരിക്കൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ട് തന്നെ നമ്മുടെ മുടിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പറയുക, ഞങ്ങളുടെ തലയ്ക്ക് ഹീറ്റ് കൊടുക്കണ്ട, കാറ്റ് കൊണ്ട് ഉണക്കി തന്നാൽ മതി എന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരു ദോഷമില്ലാത്ത രീതിയിൽ കൊണ്ടു നടക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു കീഴാർനെല്ലിയുടെ സിറം പറഞ്ഞില്ലേ, കിഡ് റിസൾട്ട് തന്നെയാണ്. നമ്മുടെ FBയിലാണ്ട് ഒരു കുട്ടി ചോദിച്ചു, എന്ത് ചേച്ചി മാത്രം തലയിൽ ചേച്ചി അതൊക്കെ തലയിൽ തേക്കുന്ന ആൾ തന്നെയാണ്. പിന്നെ ഇതിങ്ങനെ ഇരുന്നിട്ട് ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഹോളിൽ ഇരുന്നിട്ടാണ് ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കാരണന്മാരുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ മുടി അയച്ചിടുന്നത് പോലും അവർ സമ്മതിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാനിത് തലയിലൊക്കെ ആക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നീന്ന് അടി വരുന്ന വഴി അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യണത് പുറത്തിരുന്നിട്ടാണ്. അപ്പോൾ എൻ്റെ മുടിക്ക് വേണ്ട സംരക്ഷണമൊക്കെ ഞാൻ നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടുമ്പോഴാണ് ഞാനിവിടെ വീഡിയോ ആയിട്ട് പറയണത്. അപ്പോൾ അത് ചെയ്ത് നോക്കുക. കുറ്റം പറയുന്നേക്കാളും കൂടുതൽ നിങ്ങളിതും ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അറിയാലോ. എന്തിനും നമുക്ക് സംശയത്തിന് ഗൂഗിൾ മാമനോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് റിസൾട്ട് പറഞ്ഞുതരും, കീഴാർനെല്ലി എന്തിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുക. നമ്മുടെ ഹെയറിനെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ ഇത്രയ്ക്ക് മുടിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് മുടി വളർത്തണുള്ളൂ, കുറേ ആക്കണില്ല. ഉള്ളതിനെ നല്ല തിക്കായിട്ട് കൊണ്ട് നടക്കുക, നര വരാതെ നോക്കുക. ഈ ഒരു കാര്യമാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യമല്ലേ. വെറുതെ നമുക്ക് പുറത്തേക്ക് ഒന്ന് അയച്ചിട്ട് പോകണമെങ്കിലും നല്ലൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ നല്ല ഹെയർ ടിപ്പുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവരൊക്കെ കണ്ടു നോക്കുക. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എല്ലാവരും ഒന്ന് മാസത്തിലൊരിക്കൽ കൊടുക്കാൻ നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്ന് ഞാൻ പറയണില്ല, പറഞ്ഞു വന്നപ്പോൾ ഇത്തിരി വീഡിയോ കൂടിപ്പോയിട്ടുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ ബൈ.